അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വിവരങ്ങളും സുഖല്ലേ? ഇന്നിപ്പോൾ അടുക്കളയിൽ ചെറിയൊരു പണിയിലാണ്. ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കഴുകി അരിഞ്ഞ് വെച്ചതാട്ടോ. ഇത് പച്ചമുളക് കുറച്ച് കൂടുതലുണ്ട്. ഒരു വെറൈറ്റി അച്ചാർ ഉണ്ടാക്കുകയാണ്. പണ്ടത്തെ അച്ചാറാണ്, ഇപ്പം ഒന്നും ഇങ്ങനെ ആരും എല്ലാം ഉണ്ടാക്കലുണ്ടാവില്ല. ഇത് കറിവേപ്പില, ഇത് ഉലുവയും കടുകും പൊടിച്ച് വെച്ചത്, ഇത് പുളിവെള്ളം. ഇതായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം. അതിന് മുമ്പ് ഇതാ ബീൻസ് അരിഞ്ഞുകാണ്ട് കുറച്ച് വെള്ളത്തിലിട്ടിരിക്കണു. ഇതാണിപ്പോൾ കഴിക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറി. പപ്പായ അല്ലാത്തൊരു പച്ചക്കറി, ബീൻസ് പ്രത്യേകം അച്ചടിച്ച് തന്നിരിക്കണം പുസ്തകത്തിൽ. അപ്പോൾ ഇത് ചെറുതായിട്ട് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അരമണിക്കൂറോളമായി. ഇനി നല്ലോണം കഴുകിക്കാണ്ട് നമ്മൾ അരിപ്പിക്ക് ഊറ്റിയിട്ട് വെള്ളം പാർന്ന് തിളപ്പിച്ച് ഊറ്റിവിട്ടാൽ കാണിച്ചു തരാം. ഇതോടെ അടുപ്പത്ത് വെച്ചുവിട്ടാ തിളപ്പിച്ച് ഊറ്റാൻ. പിന്നെ കടു ഇറക്കാനൊന്നുമില്ല, എണ്ണ ഇറക്കാനൊന്നുമില്ല. തിളച്ചുകാണ്ട് ഒരുവിധം വേവാകുമ്പോൾ അരിപ്പിക്ക് തന്നെ ഊറ്റിയെടുക്കുക. എന്നിട്ട് പിന്നെ ചോറ് വെച്ചും വയ്ക്കാണ്ട് കൊട്ടി കൊടുക്കുക. ഒരു മുളക് ഇടും കേട്ടോ. ഇവിടെ ഒരു പച്ചമുളക് ഉണ്ടായിരുന്നല്ലോ. നമ്മൾ ചട്ടി അടുപ്പത്തേക്ക് ഇട്ടോ. കാണിച്ചു ഇതുണ്ടാക്കിയാണ് ഒരു കുപ്പിയിലാക്കി വെച്ചാൽ, പൊട്ടണ കുപ്പിയിലാക്കിയിട്ട് വെച്ചാൽ എന്താ പറയുക, എപ്പോഴും കഞ്ഞിക്കായാലും ചോറ്റക്കായാലൊക്കെ നമുക്ക് ഇത് നാമച്ചാലേ ചോറും കഞ്ഞിക്കാണ്ട് ഇറങ്ങും. പിന്നെ കൂട്ടാല്ല കിടക്കണ ആവശ്യമില്ല. എപ്പോൾ കഞ്ഞിക്ക് വരികയാണെങ്കിലും അപ്പം പിടിച്ച് നമ്മൾ ഇതാക്കണ്ടല്ലോ, എടുത്ത് കൊടുത്താൽ മതി. ആരാ തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചാൽ കൊണ്ടാ, ഒരു സ്പൂണത്തോളം ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ സംസാരിക്കുന്ന ഇടയിൽ കൂടി ബാങ്ക് കൊടുത്താൽ അതാ കുറച്ച് നേരം ഉണ്ടാതായതിട്ടാ. നമ്മൾ ഇതിക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചതാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. കറിവേപ്പിൻ്റെ അരി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതൊക്കെ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ എത്തപ്പത് ബിരിയാണി നെയ്ച്ചോറും കോയും വേറെയൊന്നുമല്ല. എത്തപ്പം ഇതൊക്കെ കാണിച്ചു തരാൻ വിചാരിച്ചുകൊണ്ട് വീഡിയോ കാണാതെക്കണ്ട ആരും. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മളെ ചങ്കുകൾ, നമ്മളെ ലൈവിൽ വന്നവർ കുറച്ച് ആൾക്കാർ ഇന്നലെ പറഞ്ഞില്ലല്ലോ, നിങ്ങളൊരു ഇല തളിച്ചതായാലും വേണ്ടിയില്ല, നിങ്ങൾ അതൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് ഞങ്ങൾ കണ്ടുകൊണ്ട് എന്ന് പറഞ്ഞു. അപ്പം നമുക്കും അത് കേട്ടപ്പോൾ ഒരു ആശ്വാസം. നമ്മൾ ഉണ്ടാക്കേണ്ടതൊക്കെ വീഡിയോ ആക്കി ഇടാലോ. അല്ല അപ്പോൾ വീഡിയോ ഒക്കെ ആയിട്ട് മാത്രം നമ്മൾ നല്ല നല്ല വിലൻ്റെ സാധനം കൊടുക്കുന്ന വീഡിയോ ഇട്ടാലൊന്നും നമുക്ക് മുതലാവില്ല. അതൊക്കെ നമ്മൾ കുറച്ചും കൂടി ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അപ്പോൾ അതൊക്കെ കാണിച്ചു തരും. എന്നും ഇങ്ങനെ ഒരു 8-8:30 ആകുമ്പോൾ ഇങ്ങനെ ലൈവിലൊക്കെ ഒന്ന് നോക്കേണ്ടിട്ടാ. ഇപ്പം ഉണ്ടാവും, അധിക ദിവസങ്ങളിൽ ലൈവ് ഇടണമെന്ന് കരുതുന്നുണ്ട്. ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലേ, ഇവിടെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഉണ്ടാവും. ഇതാ ഉലുവയും കടുകും വറുത്ത് പൊടിച്ച് വെച്ചതാണ്, അതും കൂടെ ഇക്കാട്. അതാണ് അതിൻ്റെ മെയിൻ മസാല. വെളുത്തുള്ളി ഇഞ്ചി നല്ലോണം വാടി വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ ഈ പൊടി ഇട്ടത്. പിന്നെ ആ പൊടിയായി കിടന്ന് മൂത്തതിൻ്റെ ശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം.
പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ്, നല്ല രസം ഉണ്ടാവുള്ളൂ. അപ്പം മുളക് ഇട്ടു കേട്ടാ. നല്ല എരും പുളിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെടും. ഇതൊരു ഉണക്കലീൻ്റെ തല ഉണ്ടായാൽ മതി, ചോറൊക്കെ താനെ ഇറങ്ങും. ഇതിന് ഞങ്ങളൊക്കെ മുളകാ പച്ചടി അറിയും, മുളകാ പച്ചടി അങ്ങനത്തെ പേരാണ്. പിന്നെ ചിലവർ പുളിഞ്ചിയൊക്കെ പറയും. പുളിഞ്ചി പറഞ്ഞാൽ കുറച്ചും കൂടിയൊക്കെ ശർക്കരയും ഇതൊക്കെ ഇട്ട് കണ്ടുള്ളതല്ലേ, അത് ശർക്കരയൊന്നും തീക്കിടൂല. എൻ്റെ പുതിയാപ്പിളക്ക് പിന്നെന്താ മുളകും പൊടിയാണ് കൂട്ടാൻ പറ്റാത്തത്. മീൻ പൊരിച്ചാണെങ്കിലും മീൻ പൊരിച്ചാൻ പറ്റൂലല്ലോ, കറിയൊക്കെ ആണെങ്കിലൊക്കെ പച്ചമുളക് ഇടാം. പച്ചമുളക് എത്രയും കൂട്ടുന്നതിന് ഒരു കുഴപ്പമില്ല, അതിന് പച്ചമുളക് എരിവുള്ള കാര്യം ഇഷ്ടമാണ്. അപ്പം നമ്മളെ ബീൻസ് റെഡി ആയിട്ടുണ്ട്, അത് അരിപ്പിക്കാണ്ട് ഊറ്റാട്ടാ. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ കേട്ടോ. അപ്പം മുളകൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമ്മൾ ഈ പുളിവെള്ളം അയക്കാണ്ട് ചേർത്ത് കൊടുക്കുക. അരിപ്പയിൽ അരിച്ചെടുക്കുക കേട്ടാ. ഇതിൻ്റെ ആ കുരും ചണ്ടിയൊക്കെ ഉണ്ടാവും, നമ്മൾ പീഞ്ഞാലും ഉണ്ടാവും. അപ്പോൾ അത് ഇത് വിടണ്ട അരിച്ചെടുക്കുകയാണ്. നല്ലോണം ആയി വരുമ്പോൾ ഇന്നല്ല നാളേക്കൊക്കെ അതിൽ കറുത്ത കളറാവും. കാരണം ഒലുവയും കടുകൊക്കെ അല്ലേ പൊടിച്ചിട്ടേക്കണത്. ഇതൊക്കെ നല്ലോണം അതിൽ പൊടിച്ച് വരണമെങ്കിൽ ഒരു ദിവസം നമ്മളിങ്ങനെ വെക്കണം. ഇനി ഇത് കുറച്ച് വറ്റണം. താനെ ഇറങ്ങൂട്ടാ, അത്ര എരിവുണ്ട് പുളിയുണ്ട്. ഞാൻ പുളിവെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ. ഇന്നലെ അപ്പം നമ്മൾ ലൈവിൽ വന്നപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നു, വളരെ സന്തോഷമുണ്ട്. അതേപോലെ നിങ്ങളൊക്കെ അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നമുക്ക് പുതിയ പുതിയ ആളുകളെയൊക്കെ പരിചയപ്പെടാം. എന്താ രുചി! അപ്പോൾ അതാ ഇത് വളരെ വേഗത്തിൽ തയ്യാറാക്കാനും പറ്റും, പെട്ടെന്ന് വളരെ വേഗത്തിൽ തീർക്കാനും പറ്റും കേട്ടോ. അത്രയും ടേസ്റ്റാണ്. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണിത്. അച്ചാർ, ഇങ്ങനത്തെ അച്ചാർ ആരെയും ഉണ്ടാക്കിയതില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുകൊണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, കരിവേപ്പിൻ്റെ ഇല, പച്ചമുളക്, പുളി, ഈ ഒരു സാധനം ഇട്ട് കണ്ടിട്ടോ. പിന്നെ ഉലുവയും കടുകും വറുത്തൊടിച്ചിടുക. നല്ല ടേസ്റ്റാണ്. നമുക്ക് എത്രയോ കേട് കൂടാതെ എത്രയോ കാലങ്ങളോളം നമുക്ക് സൂക്ഷിച്ച് വെക്കും ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. കുറച്ച് മതിട്ടാ, നല്ല എരിവുള്ള സാധനമാണ്. കഞ്ഞി തോന്നാണ്ടി വരും. രസണ്ടാ? അത് വേണ്ട വെച്ചിട്ടാ. എന്താ പൊളി! ചിക്കൻ ബിരിയാണിയൊക്കെ മാറി നിൽക്കും നമ്മുടെ കഞ്ഞിയും ഈ അച്ചാറും.